അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1965 ഇലക്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടായിരുന്നു ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തത്? പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളും വേർപിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസ് പിരിഞ്ഞു വന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു, CPIയും CPM ആയിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ 65 ഇലക്ഷന് ഭൂരിപക്ഷം ആർക്കും ലഭിച്ചില്ല. പിന്നീട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് കടക്കുകയാണ് കേരളം. അത് കഴിഞ്ഞ് 67 ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ 67 ഇലക്ഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റേബ, ഈ 67 ഇലക്ഷന് മുമ്പ് കേരളത്തിൽ എത്ര രാഷ്ട്രപതി ഭരണം ഉണ്ടായിട്ടുണ്ട്? ഒന്ന് മറ്റേ EMSന്റെ ഭരണം മന്ത്രിസഭ പിരിച്ചുവിട്ടു. വിമോചന സമരം കാരണം പിരിച്ചുവിട്ടപ്പോൾ രാഷ്ട്രപതി ഭരണമാണ് നടത്തിയത്. ഒറ്റ രാഷ്ട്രപതി ഭരണമായിരുന്നില്ല, 4 രാഷ്ട്രപതി ഭരണം നടന്നിട്ടുണ്ട്. ഏതൊക്കെ സമയത്താണെന്നറിയോ? ആദ്യമായിട്ട് കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ 1956 രൂപീകരിക്കപ്പെടുന്നത്. ആ 56 നവംബർ 1 മുതൽ പിന്നീട് EMS മന്ത്രിസഭ രൂപീകരിക്കുന്നത് വരെ ഒരു രാഷ്ട്രപതി ഭരണം നടന്നു. അതിനുശേഷം EMS മന്ത്രിസഭ കഴിഞ്ഞൊരു രാഷ്ട്രപതി ഭരണം, റേബ പറഞ്ഞതുപോലെ. അതിനുശേഷം മൂന്നാമത്തേത് R ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അത് കാരണം R ശങ്കർ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അങ്ങനെ അതിനുശേഷം കേരളം ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കടന്നു. പിന്നീട് 1965 ഇലക്ഷൻ നടക്കുന്നു. പക്ഷേ ഇലക്ഷനിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് പിന്നെയും രാഷ്ട്രപതി ഭരണം. അങ്ങനെ 1967 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 1967 തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 126 സീറ്റായിരുന്നു ഇതുവരെ നിയമസഭയിലുണ്ടായിരുന്നത്. ഈ ഇലക്ഷൻ ആയപ്പോൾ 133 സീറ്റായി. ഈ ഇലക്ഷൻ സീറ്റിന് വേണ്ടിയാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. അപ്പം ഇവിടെ വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ വരുമെന്ന് പേടിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയും കോൺഗ്രസും ഒക്കെ സംഘമായി ഇലക്ഷൻ നേരിട്ടു. നമുക്കറിയാം 1960 ഇവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നപ്പോൾ അവർക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞു. 65 ആയപ്പോൾ എല്ലാം കൂടെ വേർപിരിഞ്ഞ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതായി. അപ്പോൾ ഇതിൽ നിന്നും വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർ വരും എന്ന് പേടിച്ചിട്ട് മന്നത്ത് എല്ലാവരെയും കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിച്ചു. പക്ഷേ EMS എന്ന വളരെ തന്ത്രശാലിയായ വ്യക്തി പുള്ളി എന്ത് ചെയ്തു? പുള്ളിയും ഒരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണിയിൽ തമ്മിൽ പിരിഞ്ഞ സഹോദരങ്ങളായ CPIയും CPMും അതിനോടൊപ്പം മുസ്ലിം ലീഗും ചേർന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരുടെ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണിയുടെ കൂടെ തന്നെ SSP എന്ന് പറഞ്ഞ ഒരു പാർട്ടി, പിന്നെ RSP. SSP എന്ന് പറഞ്ഞാൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാണ്. അതിനകത്ത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിയാണ്. അതിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നിനക്കറിയാവുന്ന ആളെന്ന് പറഞ്ഞാൽ ലോട്ടറി കൊണ്ടുവന്ന മന്ത്രി ആര്? PK കുഞ്ഞ്. ആ മന്ത്രി തന്നെയാണ് R ശങ്കറിനെതിരെ, ആ മന്ത്രിയല്ല, ആ പുള്ളി MLA ആണ് R ശങ്കറിനെതിരെ ആദ്യം അവിശ്വാസ പ്രമേയം കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 1900 അങ്ങനെ ആ അവിശ്വാസ പ്രമേയമാണ് ഒരു മന്ത്രിസഭ വീരാൻ കാരണമായത്. പിന്നീട് പല അവിശ്വാസ പ്രമേയങ്ങൾ കേരള നിയമസഭയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കാരണം ഒരു മന്ത്രിസഭ വീണിട്ടില്ല. കാരണം അവിശ്വാസ പ്രമേയം സക്സസ്ഫുൾ ആയിട്ടില്ല. ഓക്കെ. അപ്പം എന്ത് ചെയ്തു? അപ്പം മന്നത്ത് പത്മനാഭൻ ഇങ്ങനെ ആളിനെ കൂട്ടിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. പഴയ വിമോചന സമരത്തിൽ കോൺഗ്രസ് പോർമുഖത്തെ എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന പോരാളികളായ ആരൊക്കെ? ഫാദർ ജോസഫ് വടക്കൻ, വെല്ലിംഗ്ടൺ എന്നിവർ ഇക്കുറി ആരായി? സഖാക്കളായി മാറി. അവരെല്ലാം EMSന്റെ കൂടായി. മനസ്സിലായി? EMS അവരെ ഇങ്ങ് പിടിച്ചു. അപ്പം വടക്കനും വെല്ലിംഗ്ടൺ, ഈ വെല്ലിംഗ്ടൺ എന്നുള്ള ആളിൻ്റെ പേര് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ഇലക്ഷനിൽ 2 നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത്. മനസ്സിലായി? 2 നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. അതിൽ ഒരെണ്ണത്തിൽ ജയിച്ചു, ഒരെണ്ണത്തിൽ തോറ്റു. വെല്ലിംഗ്ടൺ
കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചു. ഓക്കെ. അതേസമയം തൃശ്ശൂരെ മണലൂരിൽ നിന്ന് തോറ്റു. കൽപ്പറ്റ എവിടെയാ റേബ? വയനാട്. മണലൂര് ഞാനിപ്പം പറഞ്ഞു. മണലൂര് തൃശ്ശൂര്, ശ്രദ്ധിക്കണം. അങ്ങനെ 1967 നിയമസഭാ ഇലക്ഷനും ലോകസഭാ ഇലക്ഷനും ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ഇലക്ഷൻ നടക്കുമ്പോഴാണ് ഒരു റേബയാണ് ഉത്തരം പറയുന്നത്, മാർത്ത പറയേണ്ടത്. ഈ ഇലക്ഷൻ നടക്കുമ്പോഴാണ് ഒരു ദമ്പതിമാർ, അവരിൽ ഒരാൾ ലോകസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു, ഒരാൾ നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ്, പറയാൻ പറ്റുമോ? ഈ ദമ്പതിമാരാണ്, ഒരാൾ ലോകസഭയിലേക്കും ഒരാൾ നിയമസഭയിലേക്കും. ഇനിയും ഈ വ്യക്തിയുടെ പേര് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ്, സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AK ഗോപാലനും സുശീല ഗോപാലനും, അദ്ദേഹത്തിൻ്റെ പത്നി, ഇവർ രണ്ടുപേരാണ്. അപ്പം കോൺഗ്രസിന് വേണ്ടി ഇലക്ഷന് വന്നത്, പ്രചാരണത്തിന് വന്ന അവരുടെ പ്രധാനമന്ത്രിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് വന്നത്. അങ്ങനെ പക്ഷേ ഇതെല്ലാം വന്നിട്ടും ഇലക്ഷൻ വിധി വന്നു. കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നുണ്ടായി. കോൺഗ്രസിന് കിട്ടിയത് വെറും 5 സീറ്റ്. കോൺഗ്രസിന് കിട്ടിയത് 9 സീറ്റ്. കേരള കോൺഗ്രസിന് കിട്ടിയത് 5 സീറ്റ്. അങ്ങനെ 14 സീറ്റ് മാത്രം. മന്നവും മെത്രാനും NSS, SNDP, അങ്ങനെ ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക ശക്തികളെല്ലാം കോൺഗ്രസിൻ്റെ കൂടെ ഒപ്പം നിന്നിട്ടും കിട്ടിയത് 9 സീറ്റ്. EMS എന്ന ചെറിയ മനുഷ്യൻ്റെ ബുദ്ധി കൂർമ്മതയ്ക്ക് മുന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ചിന്നിത്തെറിച്ചു. അതായത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള വോട്ടുകളെല്ലാം കൂടെ ഏകോപിപ്പിക്കാൻ 1960 പോലെ സാധിക്കാഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നമുണ്ടായി, അത് അവർ ആയുധമായിട്ട്, ആയുധമല്ല, അതവർ പാഠമായിട്ട് ഉൾക്കൊണ്ട് EMS ഈ പ്രാവശ്യം ഭരണത്തിൽ കയറുകയാണ്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം 1967 EMSന്റെ നേതൃത്വത്തിൽ രണ്ടാം മന്ത്രിസഭ വരുന്നു. അതൊരു സപ്തകക്ഷി മന്ത്രിസഭയായിരുന്നു. എന്ന് വെച്ചാൽ എത്ര പാർട്ടികൾ ഉണ്ടാവും? സപ്തകക്ഷി. മാർത്തം ഉണ്ടായിരിക്കും അവളെ. തെറ്റ്, 7 ആണ്. സപ്ത എന്ന് ഓക്കെ, അവിടെ 7 കക്ഷി മന്ത്രിസഭ വരുന്നു. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, അതാ മത്തായി മാഞ്ഞൂരാൻ എന്ന് പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. പേര് മറന്നു വെച്ചാൽ, പേര് ഓർത്ത് വെച്ചാൽ മതി, പുറകിന് വരും. മത്തായി മാഞ്ഞൂരാൻ. പിന്നെ KTP എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളി പാർട്ടിയാണ്. ഈ കർഷക തൊഴിലാളി പാർട്ടിയിലെ ആളായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞ ഫാദർ വടക്കൻ്റെ ഒരു കക്ഷി ഉണ്ടായിരുന്നു മത്സരിച്ചത്, വെല്ലിംഗ്ടൺ. പുള്ളി കർഷക തൊഴിലാളി പാർട്ടിയിലെ മെമ്പറായിരുന്നു. അങ്ങനെയാണ് പുള്ളി ആ പാർട്ടിയുടെ മെമ്പറായിട്ട് നിൽക്കുമ്പോഴാണ് പുള്ളി 2 മണ്ഡലത്തിൽ ആദ്യമായി കേരള ചരിത്രത്തിൽ ഒരാൾ മത്സരിക്കുന്നത് വരുന്നത്. പിന്നെ മൂന്നാമത് മുസ്ലിം ലീഗ്, CPI, CPM, RSP, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, SSP, ഞാൻ പറഞ്ഞ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി. SSPയിലാണ് PK കുഞ്ഞ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട 1-2 മാറ്റമുണ്ടായി. ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ മാന്യത വന്നു. അങ്ങനെ അവരെ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ നിർത്തി. അവരെന്ത് ചെയ്തു? ലീഗിന് 2 മന്ത്രിസ്ഥാനം കൊടുത്തു. ഓക്കെ. പക്ഷേ ഇതിന് മുമ്പുള്ളത് ആലോചിക്കണം. വിമോചന സമരക്കാലത്ത് കോൺഗ്രസ്സുകാരോടൊപ്പം നിന്ന് മുസ്ലിം ലീഗ് സമരം ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരെ ഇറക്കി അവരോടൊപ്പം നിന്ന് 1960 മത്സരിച്ച് ജയിച്ചിട്ട് അവസാനം അവർ മതേതര പാർട്ടിയാന്ന് പറഞ്ഞ് കോൺഗ്രസ് അവരെ അവസാനം അവര് മതേതരമല്ലാത്ത പാർട്ടിയാന്ന് പറഞ്ഞ് കോൺഗ്രസ് അവരെ ഗവൺമെന്റിലെ സ്ഥാനം കൊടുത്തില്ല. ഇതോടെ ഈ സംഭവത്തോടെ ലീഗിന് മാന്യത കൈവന്നു. ലീഗിന് ഈ മന്ത്രിസഭയിൽ 2 മന്ത്രിമാരെയും കിട്ടി. അങ്ങനെ ഈ ഇലക്ഷനിൽ 1965 ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ആദ്യമായി രംഗപ്രവേശം ചെയ്യുകയാണ്. പുള്ളിയുടെ നാട് കണ്ണൂരാണ്, പക്ഷേ പുള്ളിയുടെ തട്ടകം തൃശ്ശൂരാണ്. പുള്ളി ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയുടെ യൂണിയൻ നേതാവായിട്ട് ഉയർന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത വ്യക്തിയാണ്. ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു
കാർട്ടൂണിസ്റ്റ്, വളരെ പ്രശസ്തനെന്നല്ല, വളരെ മിടുക്കനായ ഒരു കാർട്ടൂണിസ്റ്റാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഈ വ്യക്തിയുടെ പേരാണ് പറയേണ്ടത്. ആര് പറയും? ഓക്കെ, റേബ പറയും. ഇനി ഈ പുള്ളി എന്തെങ്കിലും ക്ലിയർ ഉണ്ടോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേണമെങ്കിൽ ഈ പുള്ളിയെ എല്ലാവരും പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ വിളിക്കുന്ന പേരൂടെ പറയാം. ലീഡർ എന്ന് വിളിക്കുന്നു. സമയം പോയി, പറഞ്ഞു. കെ കരുണാകരൻ. കെ കരുണാകരനാണ് വരുന്നത്. അങ്ങനെ പുള്ളി കെ കരുണാകരൻ വരികയാണ്. പുള്ളി എന്ത് ചെയ്തു? കെ കരുണാകരൻ മാളയിൽ നിന്ന്, തൃശ്ശൂരാണ് മാള, മാളയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. അങ്ങനെ മാളയുടെ പൊന്നോമന പുത്രന് വളരെ ഒരുപാട് നാൾ കെ കരുണാകരൻ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള മാള. അപ്പം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, മാളയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ പറമ്പിത്തറ, അറിയാമോ? മാർത്തയ്ക്ക് അറിയാമോ ആരാണ് അലക്സാണ്ടർ പറമ്പിത്തറ? ഓർമ്മ. അലക്സാണ്ടർ പറമ്പിത്തറയാണ് 1960 ഗവൺമെന്റിലെ 3 സ്പീക്കർമാരുണ്ടായിരുന്നു. 2 പേര് ലീഗിന്റെ ആയിരുന്നു. മൂന്നാമത് അലക്സാണ്ടർ പറമ്പിത്തറ കോൺഗ്രസിൻ്റെത്, പുള്ളിയാണ് സ്പീക്കറായത്. അപ്പോൾ അലക്സാണ്ടർ പറമ്പിത്തറ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെടുന്ന ആളായതുകൊണ്ട് ഹിന്ദു പാർലമെന്റ് നേതാവ് വേണം എന്ന ധാരണയിൽ കെ കരുണാകരനെയാണ് പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത്. മനസ്സിലായി? അലക്സാണ്ടർ പറമ്പിത്തറ ആരായിരുന്നു? പുള്ളി ആയിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നു, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അന്നത്തെ. പക്ഷെ പുള്ളിയെ പ്രതിപക്ഷ നേതാവാക്കിയില്ല. പുള്ളി ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് പുള്ളിയെ മാറ്റി പ്രതിപക്ഷ നേതാവായിട്ട് ആരെ ആക്കി? കെ കരുണാകരനെ ആക്കി. അങ്ങനെ ഈ സർക്കാർ എടുത്ത പ്രധാനപ്പെട്ട 1-2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, SSPയുടെ PK കുഞ്ഞ്, അത് ശ്രദ്ധിക്കുന്നുണ്ടോ? SSPയുടെ PK കുഞ്ഞ് ധനമന്ത്രിയായി സംസ്ഥാനത്ത് ഭാഗ്യക്കുറി നടപ്പാക്കി. ലോട്ടറി. എവിടെ നിന്നാണ് ഇതിൻ്റെയുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത്? എവിടെ നിന്നാണ് ഈ ഐഡിയ കിട്ടിയത്? PK കുഞ്ഞിന് കിട്ടിയത് ശുചീന്ദ്രൻ ക്ഷേത്രത്തിൻ്റെ, തമിഴ്നാട്ടിലെ കന്യാകുമാരി നാഗർകോയിലുള്ള ശുചീന്ദ്രൻ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് എന്ത് ചെയ്തു? ഇതുപോലെ ലോട്ടറി നടത്തി അവർ പൈസ കണ്ടെത്തി. അങ്ങനെ സർക്കാരിനൊരു വരുമാന മാർഗമായിട്ട് ലോട്ടറിയെ ഉപയോഗിക്കാമെന്ന് കണ്ടാണ് PK കുഞ്ഞ് ലോട്ടറി നടത്തിയത്. ലോട്ടറി അറിയാമല്ലോ, കേരളത്തിൻ്റെ ഖജനാവിന് കാര്യമായ സംഭാവന നൽകുന്നതാണ്. തമിഴ്നാട്ടിലും ലോട്ടറി ഉണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട് പിന്നീട് ജയലളിത വന്നപ്പോൾ അവർ ലോട്ടറി നിർത്തി. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോഴും ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി ജില്ലകൾ, തമിഴ്നാട്ടിലെ അതിർത്തി ജില്ലകളിൽ നിന്ന്, കന്യാകുമാരി മാത്രമല്ല, തിരുനെൽവേലി അങ്ങനെയൊക്കെയുള്ള അതിർത്തി ജില്ലകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് ലോട്ടറി മേടിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ലോട്ടറി വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ്. ജയലളിതയാണ് നിരോധിച്ചത്. അപ്പോൾ PK കുഞ്ഞ് ലോട്ടറി കൊണ്ടുവരുന്നു. റേബ കേട്ടിരിക്കണേ. അത് കഴിഞ്ഞ് മദ്യനിരോധനം ഉണ്ടായിരുന്നു. അത് CPM സർക്കാർ പിൻവലിച്ചു. മദ്യനിരോധനം നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് CPM സർക്കാർ പിൻവലിച്ചിരുന്നു. അത് മുസ്ലിം ലീഗ് എതിർത്തു. ഇതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇവരുടെ കൂടെ ഉള്ളതാണ്, ഇവർക്ക് മന്ത്രിമാരായി. അപ്പം ദേശീയ തലത്തിൽ മുസ്ലിമുകളെ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ദേശീയ തലത്തിൽ, കോൺഗ്രസ്സൊക്കെയാണ് ദേശീയ തലത്തിൽ ഭരിക്കുന്നത്, പ്രീണിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായി. മുസ്ലിം ലീഗ് ഇതെല്ലാം കൂടെ കേട്ടു. പക്ഷേ മുസ്ലിം ലീഗ് ഈ ഗവൺമെൻറ്റിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യത്തിനാണ്. അവർക്ക് ഒരു ജില്ല വേണം. ആ ജില്ലയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം അവർക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞു. ഏത് ജില്ലയാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്? മുസ്ലിം ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറമാണ് അവർക്ക് കേടിയത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ, ഇപ്പോൾ പീഡനമൊക്കെ നടന്നെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഐക്യമുന്നണിയിൽ നിന്നും ഒഴിഞ്ഞുപോയി. പിന്നെ ഈ സമയത്ത് ഈ സർക്കാർ, അതായത് CPM അവരുടെ ഐക്യമുന്നണിയിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ സമയത്ത് ഭയങ്കര രൂക്ഷമായ ഭക്ഷ്യക്ഷാമമുണ്ട്. അത് 1965 അവസാനത്തിലുണ്ട്. ഈ ഭക്ഷ്യക്ഷാമം ആയപ്പോൾ എന്ത് ചെയ്തു? കേരള സർക്കാർ പുതിയൊരു സമരമുറ ആരംഭിച്ചു. ഖരാവോ ചെയ്യുക എന്നുള്ള, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾ ഖരാവോ ചെയ്യുക, അവിടെ ആളുകളെ കയറ്റാതിരിക്കുക, അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ഖരാവോ ചെയ്യുമ്പോൾ അതൊരു പുതിയ രീതിയായിരുന്നു. കാരണം ഭരിക്കുന്ന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഖരാവോ ചെയ്യുന്നത്.
അങ്ങനെ അതിപ്പോൾ സർവ്വസാധാരണമാണ്, നമുക്ക് വലിയൊരു സംഭവമല്ല. പക്ഷേ അന്ന് ആദ്യത്തെ ഒരു പ്രത്യേക സമരമുറയായിരുന്നു. അങ്ങനെ അത് ഈ കാലത്ത് ഭക്ഷ്യക്ഷാമത്തെ തുടർന്നാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു സംഭവം നടന്നത്. CPM-ൽ നിന്നും ഒരു കൂട്ടർ ഇങ്ങനൊന്നും വന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസം വരുത്തില്ല, അങ്ങനെ അവർ ഇച്ചിരൂടെ വയലൻ്റ് ആയിട്ടുള്ള, ഇച്ചിരൂടെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് നക്സൽ ബാരി ആരംഭിക്കുന്നു. നക്സൽ ബാരി കേരളത്തിലല്ല ആരംഭിച്ചത്, അത് ബംഗാളിൽ എവിടെയോ ആരംഭിച്ചത്. അതിൻ്റെ പക്ഷേ അതിൽ ആകൃഷ്ടരായിട്ട് കുറച്ച് പേര് CPM-ൽ നിന്ന് തന്നെ വിട്ടുപോവുകയാണ്. അതിലൊരാളാണ് കോസല രാമദാസ്. രണ്ടാമത്തെ ആൾ മാർത്തയ്ക്കറിയാം. ഇതിനു മുമ്പ് സ്വാതന്ത്ര്യ സമരവുമായിട്ടനുബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ ഉള്ള പുള്ളിയാണ് KPR ഗോപാലൻ. മോറാഴ സംഭവത്തിലെ KPR ഗോപാലൻ ഇതിലേക്ക് മാറി, നക്സൽ ഇതിലേക്ക്. എന്നിട്ട് അവർ MLA സ്ഥാനം രാജിവെച്ചു. അതിനോടൊപ്പം തന്നെ പോയ ഒരാളാണ് ഫിലിപ്പ് M പ്രസാദ്. പുള്ളി ഇപ്പോഴും ഉണ്ട്, ഫിലിപ്പ് M പ്രസാദ്. പുള്ളി അജിതയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പുള്ളിയും ഇതുപോലെ ജോയിൻ ചെയ്തു. പുള്ളി MLA അല്ലായിരുന്നു, പുള്ളി സ്റ്റുഡൻസ് വിങ്ങിലായിരുന്നു. അതിൽ നിന്ന് നക്സൽ ഇതിലേക്ക് മാറി. അങ്ങനെ ഈ സമയത്ത് നമ്മൾ കരുണാകരൻ്റെ എൻട്രി പറഞ്ഞു. കരുണാകരൻ പ്രതിപക്ഷ നേതാവുമായി എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വന്നു. അതിൽ ഒരാളെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയോട് ഏറ്റവും അടുത്ത അനുയായിയായി കേരളത്തിലുണ്ടായിരുന്നതായിട്ട് എല്ലാവരും കരുതപ്പെടുന്ന AK ആൻ്റണി. അതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്, പിന്നീട് അത് മാറി ഒരു സംഭവങ്ങളൊക്കെ 1-2 സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ അനുയായിയാണ് ഈ സമയത്ത് ആര്? AK ആൻ്റണി. അങ്ങനെ AK ആൻ്റണി വരുന്നു. അത് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് പോട്ട് KSUവിൽ ഉള്ള അവരുടെ ഏറ്റവും സമ്പന്നനായ നേതാവ്, ഈ സർക്കാരിനെതിരെ പല സമരങ്ങൾക്കും മുന്നിട്ട് നടത്തിയ ഉമ്മൻചാണ്ടി, ഇവരെല്ലാം ഈ സമയത്താണ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന നേതാക്കളായിട്ട് വളർന്നു വരുന്നത്. ഇതിനോടൊപ്പം തന്നെ AKGക്ക് ഒരു റെഡ് വോളണ്ടിയർമാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, റെഡ് വോളണ്ടിയേഴ്സ്. ആ റെഡ് വോളണ്ടിയർമാരും ഈ കോൺഗ്രസ്സുകാരുമായി തെരുവിൽ വെച്ച് പല ഏറ്റുമുട്ടലുകളും സംഭവിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പം CPIയും CPM-കൂടെ ഒരുമിച്ച് നിന്നാണ് ഈ ഇലക്ഷൻ നിന്ന് ജയിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം CPM നൈസായിട്ട്, CPM അല്ല CPI എന്ത് ചെയ്തു? CPI കാര്യമായ സീറ്റ്. നമ്മൾ പറഞ്ഞു ജനകീയ അടിത്തറ ഏത് പാർട്ടിക്കാണുള്ളത്? CPM-ന്. ഈ ഗവൺമെൻറ് നിൽക്കുമ്പം തന്നെ CPIക്ക് ജനകീയ അടിത്തറ ഉണ്ടാക്കുവാൻ വേണ്ടി അവർ ചില പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രവർത്തനം തുടങ്ങുമ്പോൾ അവർക്ക് ജനകീയ അടിത്തറ ഉണ്ടാകണമെങ്കിൽ അത് CPM-ൻ്റെ ആളുകളായിരിക്കും പെട്ടെന്ന് സ്വല്പോടെ കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക ആശയം പിന്തുടരുന്ന ആളുകളെയാണല്ലോ എളുപ്പം സ്വാധീനിക്കാൻ കഴിയുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നതോടെ ഇവർ തമ്മിൽ അടിയായി, CPIയും CPM-ഉം തമ്മിൽ പ്രശ്നമായി. അങ്ങനെ ആ ഗവൺമെൻറ്റിൽ തന്നെ ഒരു കൂറുമുന്നണി ഉണ്ടായി. എന്ന് വെച്ചാൽ ഉള്ളവർ തന്നെ ഉള്ള ഗവൺമെൻറ്റിലെ സപ്തകക്ഷി മേഖലയിലെ 3-4 പേര് ഒരുമിച്ചു. അവർ ഗവൺമെൻറ്റിൽ തന്നെ അവരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു. അതാരൊക്കെയാണ്? ഗ്രൂപ്പിസം പോലെ CPI, SSP, മുസ്ലിം ലീഗ്, RSP, ഇവർ 4 പേരുടെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അവർ ഈ ഗവൺമെൻറ്റിലെ പല മന്ത്രിമാർക്കെതിരെയും അഴിമതി ആരോപണം ആരോപിച്ചു തുടങ്ങി. അതേസമയം CPIയുടെ മന്ത്രിമാർക്കെതിരെ CPM, ഇവരെല്ലാം ഒരു ഗവൺമെൻറ്റിലെ മെമ്പേഴ്സാണ്, CPM-കാർ അഴിമതി ആരോപണം, TB തോമസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ KTP ആരോടെ നിന്നു? KTP CPM-ൻ്റെ കൂടെ നിൽക്കുക. ഇപ്പോൾ KTPയുടെ ആണ് ആരോഗ്യമന്ത്രിയായ ആര് നമ്മൾ പറഞ്ഞ ഒരു KTPയുടെ നേതാവ് ആര്? KR മേനോൻ ആദ്യത്തെ മന്ത്രിസഭയിലാണ്. പുള്ളി ആ മന്ത്രിസഭയിൽ വെച്ച് തന്നെ മരിക്കുകയും അങ്ങനെ ആദ്യം മരിച്ച മന്ത്രിയാണ് AR മേനോൻ. ഇത് KTPയോട് ഉണ്ടായിരുന്നത് വെല്ലിംഗ്ടൺ ആണ്. വെല്ലിംഗ്ടൺ ആരോഗ്യമന്ത്രിയുണ്ട്. പുള്ളിക്കെതിരെയും അഴിമതി ആരോപണം വരുന്നു. പുള്ളിക്കെതിരെ ആരാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്? അത് കേരള കോൺഗ്രസിലെ KM മാണിയാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അപ്പം KM മാണി പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയാണ്. KM മാണി അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ ആര് പിന്താങ്ങി? ഞങ്ങളുടെ ഗവൺമെൻറ്റിലെ തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ ആര് KM മാണിയെ സപ്പോർട്ട് ചെയ്യുന്നു? കൂറുമുന്നണിക്കാർ എന്തോ ചെയ്യുന്നു? KM മാണിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതെ, ഞങ്ങളുടെ ഗവൺമെൻറ്റിലെ ആരോഗ്യമന്ത്രിയും അഴിമതിക്കാരനാണെന്ന് അവരും അങ്ങനെ ആകെ ഒരു ബഹളം ഉണ്ടായിട്ട് ഒടുക്കം എന്ത് ചെയ്തു?
ഈ ഒരുമിച്ച് നിന്നവരെല്ലാം കൂടെ വന്നിട്ട് CPIക്കാരെല്ലാം രാജിവെച്ചു. MN ഗോവിന്ദൻ നായർ, TV തോമസ്, CH മുഹമ്മദ് കോയ, ഇവരെല്ലാം കൂറുമുന്നണിയിലുള്ള അവക്കാദർകുട്ടി നഹ, പിന്നെ PR കുറുപ്പ്, പിന്നെ TK ദിവാകരൻ, ഇങ്ങനെ ഇവരെല്ലാം കൂടെ രാജിവെച്ചിട്ട് ഇവരെല്ലാം കൂടെ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നിട്ട് അവർ EMSൻ്റെ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോഴത്തേക്ക് നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ വോട്ടിംഗ് നടത്തണം. അങ്ങനെ ആ വോട്ടിംഗ് പരാജയപ്പെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം വിജയിച്ചത് കൊണ്ടാണ് ആർ ശങ്കർ പോയത്. പക്ഷേ ഇവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ തന്നെ EMS രാജിവെച്ചു. EMS രാജിവെച്ച് മന്ത്രിസഭ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കോൺഗ്രസ്സുകാരും ഈ കൂറുമുന്നണിക്കാരോട് ഒരുമിച്ച് കൂടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കുവാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ EMS മന്ത്രിസഭ പൊളിയുന്നു. CPIയുടെ കൂറുമുന്നണിയും പിന്നെ കോൺഗ്രസ്സുകാരോട് ചേർന്ന് പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പുറയിൽ ചുക്കാൻ പിടിച്ചത് CPIയുടെ വളരെ പ്രശസ്തനായ ഒരു നേതാവായിരുന്നു. പുള്ളിയായിരുന്നു 1957 ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ വേണ്ടിയും പിന്നെ പ്രവർത്തിച്ചത് MN ഗോവിന്ദൻ നായർ. MN ഗോവിന്ദൻ നായർ ആണ് ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗും എല്ലാം ഈ മന്ത്രിസഭയിലുണ്ട്. അങ്ങനെ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായി 1969 കേരളപ്പിറവി ദിനം. കേരളപ്പിറവി ദിനം എന്നാണ്? വൃത്തിക്ക് പറയൂ. അപ്പം അങ്ങനെ 1969 നവംബർ 1 അച്യുത മേനോൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നു. ഇതങ്ങോട്ട് കണ്ടതും CPMകാർക്ക് ആകെ കലിയാകുന്നു. മന്ത്രിസഭ ഉണ്ടാക്കി. EMS അപ്പം എന്ത് ചെയ്യുന്നു? EMS CH മുഹമ്മദ് കോയയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തനിക്കും CP രാമസ്വാമിയുടെ ഗതികേട് വരും എന്ന് വരെ EMS CH മുഹമ്മദ് കോയയെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയായ ശേഷം CPI നിയമസഭാ അംഗം അല്ലാതിരുന്ന അച്യുത മേനോൻ മുഖ്യമന്ത്രിയായെങ്കിലും അച്യുത മേനോൻ നിയമസഭയിൽ ജയിച്ചിട്ടില്ല. നിയമസഭാ അംഗമല്ല ആ സമയം. CPI പാർട്ടിയാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ്. പക്ഷേ പുള്ളി നിയമസഭയിൽ ഒടുക്കം പുള്ളി എന്ത് ചെയ്തു? പുള്ളി കൊട്ടാരക്കരയിൽ നിന്നും ജയിച്ച് നിയമസഭയിൽ വരുന്നു. കാരണം മുഖ്യമന്ത്രിയാവാം, 6 മാസത്തിനുള്ളിൽ ഇതായാൽ മതി, ജയിച്ചു വന്നാൽ മതി. അങ്ങനെ പുള്ളി കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച് പുള്ളി വരുന്നു. പക്ഷേ എല്ലാം കൂടെ 8 മാസമേ ഈ മന്ത്രിസഭ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ മന്ത്രിസഭയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ മന്ത്രിസഭ വീഴുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതുമായിട്ട് സംഭവിച്ചൊരു സംഭവം, ഒരു രസകരമായൊരു സംഭവമുണ്ട്. അപ്പോൾ 1967 3ാം നിയമസഭയിൽ അംഗമായിരുന്ന ഒരു കേരള കോൺഗ്രസ്സുകാരൻ EMS രാജിവെക്കുന്നത് വരെ, 1967 ഇവർ ഭരണത്തിൽ വരുന്നത്, EMS രാജിവെക്കുന്നത് വരെ താടി വടിക്കില്ലെന്ന് ശപഥം ചെയ്തു. അങ്ങനെ 620 ദിവസം ഈ മനുഷ്യൻ താടി വടിക്കാതെ നടന്നു. ഒടുവിൽ EMS മന്ത്രിസഭ വീണു. EMS മന്ത്രിസഭ വീണു കഴിഞ്ഞപ്പോൾ ഇയാൾ തൻ്റെ മണ്ഡലത്തിലെ പൊതുജന മധ്യത്തിൽ വെച്ച് ഇദ്ദേഹം താടി വടിച്ചു. ഇദ്ദേഹം പിന്നീട് കരുണാകരൻ ആന്റണി മന്ത്രിസഭയിലെ കർഷകരോടുള്ള അവഗണനയിൽ, ഇയാൾ കേരള കോൺഗ്രസ്സുകാരനാണ്, കർഷകരോടുള്ള അവഗണനയിൽ നിയമസഭയിൽ ഉടുപ്പിടാതെ എത്തി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ പേരാണ് ജോൺ ജേക്കബ്. അങ്ങനെ 1970 ജനുവരി, മന്ത്രിസഭ രാജിവെച്ചിട്ടില്ല, ഞാൻ തൊട്ട് മുമ്പുള്ള ഒരു സംഭവമാണ്. 1900 ഓഗസ്റ്റ് 1 മന്ത്രിസഭ അച്യുത മേനോൻ സർക്കാർ രാജിവെക്കുന്നത്. അപ്പോൾ 1970 ജനുവരിയിൽ ഈ ഗവൺമെൻറ്റിനെതിരെ അച്യുത മേനോൻ്റെ ഗവൺമെൻറ്റിനെതിരെ സഭയിൽ ഒരു ക്രമസമാധാന പ്രശ്നത്തിന്മേൽ CPM മെമ്പർമാർ മുദ്രാവാക്യങ്ങൾ മുഴക്കി അധ്യക്ഷൻ്റെ വേദിയിലേക്ക് കയറുന്നു. അത് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കർ, സഭയിലെ സ്പീക്കർ അതാണ്. അധ്യക്ഷൻ, നിയമസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ്. അധ്യക്ഷത ചെയർമാൻ. അപ്പം നിയമസഭയുടെ അധ്യക്ഷൻ്റെ വേദിയിലേക്ക് ചാടിക്കയറുന്നു CPMകാർ. ഇവർ കയറുന്നത് കണ്ട് അന്നേരം സ്പീക്കറായിരുന്ന D ദാമോദരൻ പോറ്റി എന്ത് ചെയ്യുന്നു? തൻ്റെ ചേംബറിലേക്ക് പേടിച്ചോടിപ്പോയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ D ദാമോദരൻ പോറ്റി ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ആദ്യമായി രാജിവെച്ച മന്ത്രിയാണ്. അത് പക്ഷേ ഈ മന്ത്രിസഭയിലല്ല, വേറെ 1960 മന്ത്രിസഭയിലാണ്. D ദാമോദരൻ പോറ്റി അന്ന്
PSPയിലായിരുന്നു എൻ്റെ ഓർമ്മ. PSPയിലാണ് പട്ടം വന്നത്. അപ്പോൾ ആ ദാമോദരൻ പോറ്റി ഇന്ന് അച്യുതമേനോൻ സർക്കാരിൻ്റെ സ്പീക്കറായിരുന്നു. അപ്പോൾ ഈ CPM-കാർ ബഹളം വെച്ച് വന്നപ്പോൾ പുള്ളി ഇറങ്ങി ഓടിയ ഒരു സംഭവം പറയുന്നുണ്ട്. അതുപോലെ ഈ നിയമസഭയിൽ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു MLA കൊല്ലപ്പെട്ടു. 1969 ഈ നിയമസഭയിൽ ഒരു MLA കൊല്ലപ്പെട്ടു. അത് നിലമ്പൂർ, മലപ്പുറത്തെ നിലമ്പൂരിലെ കുഞ്ഞാലി എന്ന് പറഞ്ഞ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഒരു MLA ആണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞാലി കൊല്ലപ്പെട്ടിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന്. വേറെ പാർട്ടിക്കും സ്ഥാനാർത്ഥിയുണ്ട്, അബൂബക്കർ സ്ഥാനാർത്ഥിയുണ്ട്. ഈ അബൂബക്കറിൻ്റെ പേര് പറയാൻ കാരണം 25 വയസ്സ് കഴിഞ്ഞുടൻ ഇയാൾ സ്ഥാനാർത്ഥിയാവുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആയി മത്സരിച്ച് പുള്ളി ജയിച്ചില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ആരെന്ന് ചോദിച്ചാൽ ആ റെക്കോർഡ് ഇപ്പോഴും അബൂബക്കർക്കാണ്. നിലമ്പൂർ മത്സരിച്ച അബൂബക്കറിനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള റെക്കോർഡ്. അപ്പോൾ ഇതോടെ 1967 ഇലക്ഷൻ കഴിഞ്ഞു.